ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലേക്ക് കടക്കുവാണ്. ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. നമുക്കറിയാം ഡൈജഷൻ, അതേപോലെ തന്നെ എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, അങ്ങനെ പല പല പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരുമിച്ച് നടക്കുന്നതിൻ്റെ ഫലമായാണ് നമ്മുടെ മനുഷ്യ ശരീരം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഓരോരോ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് നമ്മൾ ഓരോരോ ചാപ്റ്ററിൽ, യൂണിറ്റിലുള്ള വിവിധ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്. ആ ഫുഡിൻ്റെ പിക്ചർ, നമ്മൾ കഴിക്കുന്ന കുറേ ഭക്ഷണങ്ങളുടെ ചിത്രമാണ്. ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, അതേപോലെ മിൽക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് കമ്പോണൻസ് ഓഫ് ഫുഡാണ്. ഏതൊക്കെ കമ്പോണൻസ് ആണുള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കൂടി ചേർന്നതാണ് ഇന്ന് ഈ പിക്ചറിൽ കാണുന്ന ഈ ഫിഷും ഈ മിൽക്കും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എഗ്ഗൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന കമ്പോണൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്സ്. അപ്പോൾ ഈ ഭക്ഷണം നമ്മൾ നന്നായി കഴിച്ചാലാണ് നമുക്ക് നല്ല ഊർജ്ജം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടത്തില്ല. അതിന് നമ്മൾ എന്താക്കണം? നമ്മൾ കഴിക്കുന്ന മാക്രോ മോളിക്യൂളിനെ നമ്മൾ മൈക്രോ മോളിക്യൂളായിട്ട് മാറ്റണം. ചെറിയ ചെറിയ കണികകളായിട്ട് മാറ്റണം. അപ്പം അങ്ങനെ ആ പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈജഷൻ. അതുപോലെ തന്നെ ആ കണികകൾ നമ്മൾ എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. നമ്മുടെ ശരീരത്തിലേക്ക്, രക്തത്തിലേക്കൊക്കെ അത് ആഗിരണം ചെയ്യണം. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ പേരാണ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നമുക്കിനി ഡൈജഷൻ എങ്ങനെയാണെന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആ ഡൈജഷന് സഹായിക്കുന്ന ഓരോരോ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിനുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഡൈജഷൻ്റെ ഡെഫിനിഷൻ നോക്കാം. Digestion is the process of conversion of complex food substances to simple absorbable forms is called digestion. നമ്മൾ കഴിക്കുന്ന ആ കോംപ്ലക്സ് ഫുഡുകളെ നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ സബ്സ്റ്റൻസിലേക്ക്, നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ അബ്സോർബിൾ ഫോംസിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യണം. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദഹന വ്യവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ദഹന വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ്സ് അലിമെൻ്ററി കനാൽ ആൻഡ് അസോസിയേറ്റഡ് ഗ്ലാൻസ്. അലിമെൻ്ററി കനാലും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഗ്രന്ഥികളും ഗ്ലാൻസും ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ അലിമെൻ്ററി കനാലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അലിമെൻ്ററി കനാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഇവിടെ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതിലൂടെ വന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴി പോയി ലാർജ് ഇൻറ്റസ്റ്റൈനിലെത്തി ഏനസ് വഴി രക്തത്തിലെത്തിച്ചേരുന്നതാണ്. മൗത്ത് ടു ഏനസ് ആണ് നമ്മുടെ ഒരു അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലിമെൻ്ററി കനാൽ തുടങ്ങുന്നത് മൗത്തിലാണ്. ഉണ്ട്, ഇവിടെയാണ് അലിമെൻ്ററി കനാൽസ് തുടങ്ങുന്നത്. ഇറ്റ് ലീഡ്സ് ടു എ ബക്കൽ ക്യാവിറ്റി ഓർ ക്യാവിറ്റി. ഇവിടെ നിന്നൊരു ക്യാവിറ്റി, നമുക്കറിയാതെ ഇവിടെ നമ്മുടെ വായുണ്ട്, അതൊരു ക്യാവിറ്റിയിലേക്കാണ്, ഒരു ഓട്ടയിലേക്കാണ് അത് എത്തുന്നത്. അപ്പോൾ ഈ ബക്കൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ക്യാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്? നമ്പർ ഓഫ് ടീത്ത് ആൻഡ് മസ്കുലർ ടങ്ക്. ഇത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഓർക്കുക. അപ്പം നമ്മുടെ വായ്ക്കുള്ളിൽ ഓറൽ ക്യാവിറ്റി, ആ ഓറൽ ക്യാവിറ്റിയിലാണ് നമ്മുടെ പല്ലുകളും അതുപോലെ തന്നെ നാവ്, മസ്കുലർ ടങ്ക് നമ്മൾ കാണുന്നത്. ഇതിൽ ഓരോ ടൂത്തും എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോ ബോൺ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഈസ് കോൾഡ് തീക്കോഡോണ്ട്. അപ്പോൾ ഈ പല്ലുകൾ ഓരോ സോക്കറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല്ലുകൾ സോക്കറ്റിൽ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട് എന്ന്. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി, ഇതാണ് നമ്മുടെ പല്ലുകൾ ഇരിക്കുന്ന ഓരോ സോക്കറ്റുകൾ. കണ്ടോ? റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് സോക്കറ്റ്. അപ്പോൾ ഈ സോക്കറ്റിലാണ് ഈ പല്ലുകൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പല്ലുകൾ അറേഞ്ച് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കും തീക്കോഡോണ്ട്. ഇനി അടുത്തത് ഡിഫിയോഡോണ്ട് ആണ്. അപ്പോൾ ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പകാലത്ത് ഒരു 5 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ പാൽപ്പല്ലുകൾ കേട്ടിട്ടില്ല. ആ പാൽപ്പല്ലുകളൊക്കെ നമുക്കുണ്ടായിരുന്നു. ആ പല്ലുകളൊക്കെ പൊഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ പെർമനൻറ്റ് ചെയ്ത് ഇപ്പം നമുക്കുള്ള പല്ലുകൾ വന്നത്. ആദ്യത്തെ പാൽപ്പല്ലുകൾ പോയി, അതിന് ശേഷമാണ് നമുക്ക് ഈ പെർമനൻറ്റ്, ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഈ പല്ലുകൾ നമുക്ക് വന്നത്.
ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 2 തരം പല്ലുകളുണ്ട്. ഒന്ന് പാൽപ്പല്ലും, പാൽപ്പല്ലിൻ്റെ ഇംഗ്ലീഷാണ് മിൽക്ക് ടീത്ത്. അതുപോലെ തന്നെ സ്ഥിരമായുള്ള പല്ലിനെ നമ്മൾ വിളിക്കും പെർമനൻറ്റ് ടീത്ത്. അപ്പം ഈ മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തും നമ്മുടെ മനുഷ്യനിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ആ ടൈപ്പ് ഓഫ് ഡെൻറ്റീഷനെ നമ്മൾ വിളിക്കും ഡിഫിയോഡോണ്ട്. ഡിഫിയോഡോണ്ട് എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 തരം പല്ലുകൾ നമ്മുടെ ഒരു മനുഷ്യൻ ജീവിതത്തിലുള്ളത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കും ഡിഫിയോഡോണ്ടെന്ന്. ഇനി ആ ഡെൻ്റൽ ഫോർമുല ഉണ്ട്. ഈ പല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക കണക്ക് പ്രകാരമാണ്. അപ്പം നമുക്കൊരു മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിന് മിൽക്ക് ടീത്ത് പാൽപ്പല്ല് ഒരു 20 എണ്ണമാണുള്ളത്. പക്ഷേ അതിനുശേഷം മിൽക്ക് ടീത്ത് പോയി പുതിയ പല്ലുകൾ വരുമ്പം ഒരു അഡൽട്ട് ഹ്യൂമന് 32 പല്ലുകൾ ഉണ്ടാകും. അപ്പോൾ ഈ 32 പല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ 32 പല്ലുകൾ എന്ന് പറയുന്നത് അത് 4 തരം പല്ലുകൾ കൂടി ചേർന്നാണ്. എല്ലാം ഒരുപോലത്തെ പല്ലല്ല, 4 വ്യത്യസ്ത തരം പല്ലുകൾ കൂടി ചേർന്നതാണ് ഈ 32 പല്ലാകുന്നത്. അപ്പം നമ്മളത് ഡിഫറെൻറ്റ് ടൈപ്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഡെൻറ്റീഷനെ വിളിക്കും ഹെറ്റിറോഡോണ്ട് ഡെൻറ്റീഷൻ നമ്മൾ വിളിക്കും. അപ്പോൾ 4 പല്ലുകളാണ് ഇൻസിസേഴ്സ്, കാനൈൻ, പ്രീമോളാസ്, മോളാസ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്, 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ് നിങ്ങൾ ഈ പല്ലുകളെ കുറിച്ചൊക്കെ. ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ല്, കനൈൻ എന്ന് പറഞ്ഞാൽ കോമ്പല്ല്, പ്രീമോളാസ് എന്ന് പറഞ്ഞാൽ അഗ്രചർവണകം, മോളാസ് എന്ന് പറഞ്ഞാൽ ചർവണകം. അപ്പോൾ ഇത്രയാണ് 4 പല്ലുകളുള്ളത്. അപ്പോൾ ഇൻസിസേഴ്സ് I വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, കനൈൻ C വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, പ്രീമോളാസ് PM വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, മോളാസ് M വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടീത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മുകളിലും താഴെയായിട്ടാണ്. അതിൻ്റെ ഓർഡർ ICPM ആണ്. ഇൻസിസേഴ്സ്, കാനൈൻ, പ്രീമോളാസ്, മോളാസ് എന്ന ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 1 2 3 ഡിവൈഡഡ് ബൈ 2 1 3. അപ്പം മുകളിൽ 2 1 2 3 ഓർഡറിലും താഴെ 2 1 2 3 ഓർഡറിലുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതൊരു ഭാഗത്തെ ആണ് തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ മുകളിലും കാണും. അപ്പോൾ ഇതാ ഇവിടെ ഇൻസിസേഴ്സ്, ആദ്യം ഇൻസിസേഴ്സ് വന്നു. ഇതാ ഇൻസിസേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 1 2 3. അപ്പോൾ 2 ഇൻസിസേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ 2 ഇൻസിസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കനൈനാണുള്ളത്. ഇതാ ഇവിടെ ഒരു കനൈനുണ്ട്. പിന്നെ പ്രീമോളാസ് 2 എണ്ണം കണ്ടോ, ഇവിടെ 2 പ്രീമോളാസ് ഉണ്ട്. അതിനുശേഷം 3 മോളാഴ്സ് ഉണ്ട്. ഇത് ഒരു ഭാഗത്തെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്തെയാണ് റെപ്രസെൻ്റ് ചെയ്ത് ഫോർമുല എഴുതുന്നത്, താഴത്തെ ഒരു ഭാഗം. അപ്പോൾ അത് 2 ഇൻസിസേഴ്സ്, 1 കനൈൻ, 2 പ്രീമോളാസ്, 3 മോളാസ്. അതുപോലെ തന്നെ ഇത് താഴെയാണെങ്കിൽ മുകളിലും ഇതേപോലെ തന്നെയാണ്. മുകളിലും 2 ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻ 1 ഉണ്ട്, പ്രീമോളാസ് 2 എണ്ണം ഉണ്ട്, മോളാസ് 3 എണ്ണം ഉണ്ട്. ഇത് ഈ സൈഡിൽ ഇത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പല്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ടീത്തിൻ്റെ ഹാർഡസ്റ്റ് പോർഷനാണ് ഇനാമൽ എന്ന്. നമ്മുടെ മനുഷ്യരിൽ ഏറ്റവും കട്ടി കൂടിയ ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അത് മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ് ചവച്ചരയ്ക്കാനൊക്കെ നമ്മളെ സഹായിക്കും. ഇത്രയാണ് ടീത്തിനെ കുറിച്ച് പറയുന്നത്. അടുത്തതാണ് ടങ്ക് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫ്ലോർ ഓഫ് ദ ഓറൽ ക്യാവിറ്റി വിത്ത് ഫ്രെനുല. അപ്പോൾ ഓറൽ ക്യാവിറ്റിയിൽ ടങ്ക് അറ്റാച്ച് ചെയ്യുന്നത് ഫ്രിനലം എന്നൊരു സ്ട്രക്ചർ വഴിയാണ്. ദ അപ്പർ സർഫസ് ഓഫ് ദ ടങ്ക് ആർ സ്മാൾ പ്രൊജക്ഷൻസ് കോൾഡ് പാപ്പിലെ, സം ഓഫ് വിച്ച് ബിയർ ടേസ്റ്റ് ബഡ്സ്. നമുക്കറിയാം നമ്മുടെ നാവിൽ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാപ്പില എന്ന്. ആ പാപ്പിലയിൽ ടേസ്റ്റ് ബഡ്സ് കാണാൻ, സ്വാദ് മുകുളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സ്വാദ് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ദ ഓറൽ ക്യാവിറ്റി ലീഡ്സ് ഫാരിങ്സ് വിച്ച് സെർവ്സ് ആസ് എ കോമൺ പാസേജ് ഫോർ ഫുഡ് ആൻഡ് എയർ. അപ്പോൾ ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് നേരെ പോകുന്നത് ഫാരിങ്സിലേക്കാണ്. ഇവിടെ നമുക്ക് ഡൈജസ്റ്റ് ചിത്രത്തിൽ കാണാൻ പറ്റും. ഇവിടെ എന്താ ഓറൽ ക്യാവിറ്റിയിൽ നിന്ന് ടങ്ക്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് ഫാരിങ്സ് വരുന്നത്. അപ്പോൾ ഈ ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് അതുപോലെ തന്നെ ഈസോഫാഗസിലേക്കുള്ള ഒരേപോലത്തെ ഓപ്പണിംഗ് ആണ് ഈ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഈ ഫാരിങ്സിൻ്റെ ഇവിടെയായിട്ട് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞ ഒരു കാർട്ടിലേജിനിയസ് ഫ്ലാപ്പ് കാണാൻ സാധിക്കും. ഒരു പിക്ചറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് എപ്പിഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഭക്ഷണം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് എപ്പിഗ്ലോട്ടിസ് സഹായിക്കുന്നു. ഭക്ഷണം നേരെ ഈസോഫാഗസ് വഴി
സ്റ്റൊമക്കിലേക്ക് പോകും. പക്ഷേ ഇവിടെ എപ്പിഗ്ലോട്ടിസ് അടഞ്ഞില്ലെങ്കിൽ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോയിട്ട് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആകും. അപ്പം നമ്മുടെ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് കയറും. അങ്ങനെ ശ്വാസകോശത്തിൽ ഭക്ഷണം കയറി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്ട്രക്ചറാണ്. ഈ കാർട്ടിലേജിയനസ് ഫ്ലാപ്പ് കോൾഡ് എപ്പിഗ്ലോട്ടിസ് ആണ്. പ്രിവെൻറ്റ്സ് ദി എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദി ഗ്ലോട്ടീസ്, ഓപ്പണിംഗ് ഓഫ് ദ വിൻഡ് പൈപ്പ് ഡ്യൂറിങ് swallowing. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് അടഞ്ഞിരിക്കും. ഈസോഫാഗസ് എന്ന് പറയുന്ന ഒരു തിൻ ലോങ് ട്യൂബ് വിച്ച് പാസിംഗ് ത്രൂ ദി നെക്ക്, തൊറാക്സ് ആൻഡ് ഡയഫ്രം ആൻഡ് ലീഡ്സ് ടു എ J-shaped bag-like structure called സ്റ്റൊമക്ക്. അപ്പോൾ ഇവിടെ ഈസോഫാഗസ് എന്നൊരു തിന്നാണ്, ലോങ് സ്ട്രക്ചറാണ്. അത് ഇതിലൂടെയൊക്കെ പോകുന്ന നെക്ക്, തൊറാക്സ് ആൻഡ് ഡയഫ്രം വഴി ഇങ്ങനെ അത് പാസ് ചെയ്ത് പോയിട്ട് അതെന്ത് ചെയ്യുന്നു, അതൊരു J-shaped, ഇവിടെ ഒരു J-shaped സ്ട്രക്ചർ നമ്മൾ വിളിക്കും സ്റ്റൊമക്ക് എന്ന്. അങ്ങോട്ട് ഈസോഫാഗസ് ഓപ്പൺ ആകും. അപ്പോൾ ഈസോഫാഗസ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ കണ്ടില്ല, ഇതാണ് ഈസോഫാജിയൽ സ്പിങ്ക്ചർ എന്ന് പറയും. അത് ഇവിടെ ഓപ്പൺ ആകണം. റെഗുലേറ്റ്സ് ദി ഓപ്പണിംഗ് ഓഫ് ഈസോഫാഗസ് ഇൻ ടു ദ സ്റ്റൊമക്ക്. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോഴാണ് ഭക്ഷണം സ്റ്റൊമക്കിലേക്ക് വരുന്നത്. അടഞ്ഞിരിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇത് ഓപ്പൺ ആയിട്ട് സ്റ്റൊമക്കിലേക്ക് ഭക്ഷണം എത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചു. മൗത്ത്, ഓറൽ ക്യാവിറ്റി പഠിച്ചു, എപ്പിഗ്ലോട്ടിസ് നോക്കി, ഈസോഫാഗസ് നമ്മൾ സ്റ്റൊമക്ക് വരെ എത്തി. ഇനി നമുക്ക് സ്റ്റൊമക്കിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ സ്റ്റൊമക്ക് ലൊക്കേറ്റഡ് ഇൻ ദി അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകളിലായിട്ട് ലെഫ്റ്റ് പോർഷനിലാണ് സ്റ്റൊമക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിന് മേജറായിട്ട് 3 പാർട്സ് ഉണ്ട്: കാർഡിയക്, ഫണ്ടിക് ആൻഡ് പൈലോറിക്. അപ്പോൾ ഈ കാർഡിയക് പോർഷനിലേക്കാണ് ഈസോഫാഗസ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെയാണ് കാർഡിയക് പോർഷൻ, ഇവിടെയാണ് മറ്റേ സ്പിങ്ക്ചർ, ഈസോഫാഗൽ സ്പിങ്ക്ചർ എന്ന് പറയുന്നത്. ഈസോഫാഗസ് ഇങ്ങനെ വരുന്നു. ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്നത് കാർഡിയക് പോർഷനിലേക്കാണ്. ഇവിടെയാണ് ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നത്. അതിനുശേഷം പൈലോറിക് റീജിയൻ, ഇവിടെയാണ് പൈലോറിക് റീജിയൻ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ആയി പോകുന്നത്, ഈ പൈലോറിക് പോർഷനിൽ നിന്നാണ്. നമുക്ക് ആ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നമുക്ക് നോക്കാം. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇസ് ഡിസ്റ്റിങ്വിഷബിൾ ഇൻ ടു 3 റീജിയൻസ്. 3 ഭാഗമുണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈന്. ഒന്നാമത്തെ ഡിയോഡിനം, ജെജുനം ആൻഡ് ഇല്ലി, ഇങ്ങനെ 3 പോർഷനാണ്. ഇവിടെ സ്റ്റൊമക്കുണ്ട്. സ്റ്റൊമക്ക് നമ്മൾ പറഞ്ഞു, സ്റ്റൊമക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇതായി പൈലോറിക്കിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പൺ ആകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു C-shaped സ്ട്രക്ചർ ഉണ്ട്. ഈ C-shaped സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ, അടുക്കുള്ള കോയിൽഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ ജെജുനം എന്ന് വിളിക്കും. അതിനുശേഷമുള്ള ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഈ പോർഷനെ നമ്മൾ ഇലിയം എന്ന് വിളിക്കും. ഹൈലി കോയിൽഡ് പോർഷൻ, ഇവിടെ കാണുന്ന ഈ താഴെ കാണുന്ന ഹൈലി കോയിൽഡ് പോർഷനാണ് നമ്മൾ ഇലി എന്ന് പറയുന്നത്. അപ്പോൾ ഇലിയം ഓപ്പൺസ് ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ, വൻകുടലിലേക്ക് ഇലിയം ഓപ്പൺ ആകുന്നു. സ്റ്റൊമക്ക് നമ്മൾ കണ്ടു. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ 3 ഭാഗമുണ്ട്: ഡിയോഡിനം, C-shaped സ്ട്രക്ചർ, ജെജുനം മിഡിൽ ഹൈലി കോയിൽഡ് പോർഷനാണ്. അതിനുശേഷം ഇലിയം, ഹൈലി കോയിൽഡ് പോർഷനാണ്. ഇലിയം ഓപ്പൺസ് ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇനി നെക്സ്റ്റ് ആണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് 3: സീക്കം, കോളൻ ആൻഡ് റെക്ടം. ഇവിടെയാണ് സീക്കം വരുന്നത്, ഈ ഒരു ഭാഗത്തായിട്ട്. അതിനുശേഷം കോളൻ ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇവിടെ റെക്ടം, ഇവിടെ സീക്കം, കോളൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്നു, ഇവിടെ റെക്ടം വരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. സീക്ക് എന്ന് പറയുന്ന ഒരു സ്മോൾ ബ്ലൈൻഡ് സാക്ക് കൺസിസ്റ്റ് ഓഫ് സം സിംബയോട്ടിക് മൈക്രോ. ഇവിടെ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഇവിടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഓപ്പൺ ചെയ്യുന്ന ഇവിടെ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ, ഡൈജഷന് സഹായിക്കുന്ന സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അവിടെയുണ്ട്. ഇവിടെ നമുക്കൊരു നാരോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ട്യൂബുലാർ പ്രൊജക്ഷൻ കാണാൻ, ഇങ്ങോട്ട് കണ്ടോ, ഇതാണ് അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അതൊരു വെസ്റ്റീജിയൽ ഓർഗനാണ്, സീക്കത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ഈ സീക്കം നേരെ ഓപ്പൺ ചെയ്യുന്നത് കോളനിലേക്കാണ്. ഇനി ഇവിടെ സീക്കമാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഏറ്റവും ആദ്യത്തെ ഭാഗമാണ് സീക്കം എന്ന് പറയുന്നത്. സീക്കത്തിൽ നമുക്ക് സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. അവിടെ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കും അപ്പൻഡിക്സ് എന്ന്, വെർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയും. ഒരു വെസ്റ്റീജിയൽ ഓർഗനാണ്. ഇത് സീക്കത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. സീക്കം ഓപ്പൺസ് ഇൻറ്റു കോളൻ. ഇനി കോളൻ നമുക്ക് നോക്കാം. കോളൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. 4 ഭാഗമായിട്ടാണ് കോളം ഡിവൈഡ് ചെയ്യുന്നത്. അത് അസെൻഡിങ് പോർഷൻ, ഇവിടെയാണ് അസെൻഡിങ് കോളൻ ഉള്ളത്. ഇവിടെ ട്രാൻസ്വേഴ്സ് കോളൻ കാണാം. ഇത് ഡിസെൻഡിങ് കോളൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന കോളനാണ് സിഗ്മോയിഡ് കോളൻ. ഇവിടെ സിഗ്മോയിഡ് കോളൻ. അപ്പോൾ അസെൻഡിങ് കോളൻ,
ട്രാൻസ്വേഴ്സ് കോളൻ, ഡിസെൻഡിങ് കോളൻ, സിഗ്മോയിഡ് കോളൻ. അങ്ങനെ 4 ഭാഗമുണ്ട് കോളന്. ഈ ഡിസെൻഡിങ് പാർട്ട് എന്ത് ചെയ്യുന്നു? അത് റെക്റ്റത്തിലേക്ക് ഓപ്പൺ ആകുന്നു. ഡിസെൻഡിങ് കോളൻ റെക്റ്റത്തിലേക്ക് ഓപ്പൺ ആകുന്നു. റെക്റ്റം ഇത്രയാണ് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതിനുശേഷം റെക്റ്റം വരുന്നു. റെക്റ്റത്തിൽ നിന്ന് നേരെ ഏനസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ അലിമെൻ്ററി കനാലിൻ്റെ വോൾ ലെയേഴ്സ് നോക്കാം. അത് കൺസിസ്റ്റ് ഓഫ് 4 ലെയേഴ്സ് ആണ്. സിറോസ, ദ ഔട്ടർ ലെയർ സിറോസ, ഇവിടെ കാണാം സിറോസ. മസ്കുലാരിസിസ്, ഇവിടെ റെഡ് കളറിൽ കാണുന്നതാണ് മസ്കുലാരിസിസ് പറയും. അതിനുശേഷം സബ് മ്യൂക്കോസ, ഇവിടെ കാണുന്ന ഈ ലൈറ്റ് കളറാണ് സബ് മ്യൂക്കോസ. അതിനുശേഷം മ്യൂക്കോസ, ഇവിടെ കാണുന്നതാണ് മ്യൂക്കോസ. അപ്പോൾ ഇതാണ് ഒരു അലിമെൻ്ററി കനാൽ. നമുക്കറിയാം ഒരു ലോങ് സ്ട്രക്ചറാണ്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പിക്ചറിൽ നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ സിറോസ, മുസ്കുലാരിസിസ്, സബ് മ്യൂക്കോസ, മ്യൂക്കോസ. അപ്പോൾ ഇത് നമുക്കിനി ഇതിൻ്റെ ഓരോ ലെയറിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഒന്നാമത്താണ് സിറോസ. സിറോസ ഈസ് ദി ഔട്ടർമോസ്റ്റ് ലെയർ ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ മീസോത്തീലിയം വിത്ത് സം കണക്റ്റഡ് ടിഷ്യൂസ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്നതാണ്. ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. ഒറിജിനൽ പിക്ചർ നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ സിറോസ എന്ന് പറയുന്ന ഔട്ടർമോസ്റ്റ് ലെയറാണ്, ഏറ്റവും പുറത്തെ ലെയറാണ്. മെയ്ഡ് അപ്പ് ഓഫ് തിൻ മീസോത്തീലിയം, തിന്നായിട്ടുള്ള മീസോത്തീലിയം ടിഷ്യൂസ് വെച്ചാണ് സിറോസ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കണക്റ്റീവ് ടിഷ്യൂസും ഉണ്ട് സിറോസയിൽ. ഇനി മസ്കുലാരിസിസ് ഫോർമഡ് ബൈ സ്മൂത്ത് മസിൽസ്. അതിനുശേഷം വരുന്ന മസ്കുലാരിസിസ് ഉണ്ടാക്കിയിരിക്കുന്ന സ്മൂത്ത് മസിൽസ് ആണ്. ഇത് ഇവിടെ കാണുന്നത് സ്മൂത്ത്, ഈ നീളത്തിൽ കാണുന്ന സ്മൂത്ത് മസിൽസ് ആണ്. അതിനുശേഷം സബ് മ്യൂക്കോസ ലെയർ ഈസ് ഫോർമഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കണ്ടെയ്നിങ് നെർവ്സ്, ബ്ലഡ് ആൻഡ് ലിംഫ് വെസൽസ്. അപ്പോൾ ബ്ലഡും ലിംഫ് വെസൽസും ഒക്കെ കാണുന്നത് ഈ സബ് മ്യൂക്കോസ ലെയറിലാണ്. അതിനുശേഷം ഉള്ളിൽ കാണുന്നതാണ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ പേരാണ് മ്യൂക്കോസ. ഇനി ഡിയോഡിനത്തിൻ്റെ അവിടെ അലിമെൻ്ററി കനാലിൽ ഗ്ലാൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് സബ് മ്യൂക്കോസ ലെയറിലാണ് ഗ്ലാൻസ് ഒക്കെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ മ്യൂക്കോസ ഫോംസ് ഇറഗുലർ ഫോൾഡ്സ് ഇൻ ദി സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഫിംഗർ ലൈക്ക് അപ്പ് ഫോൾഡിങ്സ് കോൾഡ് വില്ലി ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ സ്റ്റൊമക്കിലും ഇവിടെ മ്യൂക്കോസ ലെയറിൽ ഉള്ളിൽ ലെയറിൽ ഇങ്ങനെ ഫോൾഡിങ്സ് കാണാം. ഇത് സ്റ്റൊമക്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഫോൾഡിങ്സ് കാണാൻ പറ്റും, വില്ലി ലൈക്ക് സ്ട്രക്ചർ. ഇത് ന്യൂമറസ് പ്രൊജക്ഷൻ മൈക്രോ വില്ലി എന്ന് പറയും. ഗിവിങ് എ ബ്രഷ് ബോർഡർ അപ്പിയറൻസ്, ഒരു ബ്രഷ് ബോർഡർ ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് തരുന്നത്. അതുപോലെ തന്നെ ആ സ്റ്റൊമക്കിൻ്റെ ഒക്കെ സർഫസ് ഏരിയയൊക്കെ കൂട്ടാനായിട്ട് ഈ വില്ലി സഹായിക്കും. അബ്സോർപ്ഷനൊക്കെ വളരെയധികം റോളുള്ളതാണ് വില്ലിക്ക്. സർഫസ് ഏരിയ കൂട്ടും. അപ്പോൾ വില്ലി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊണ്ട് ഇങ്ങനെ ഫോൾഡിങ്സ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. വില്ലി ആർ സപ്ലൈഡ് വിത്ത് നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ആൻഡ് ലാർജ് ലിംഫ് വെസൽസ് കോൾഡ് ലാക്റ്റിയൽ. അപ്പോൾ ഇവരുടെ ക്യാപ്പിലറീസ് ഉണ്ട്, അതുപോലെ തന്നെ ലിംഫ് വെസൽസ് ഉണ്ട്, നെറ്റ്വർക്കാണ്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ കാണുന്നില്ല, ഇവിടെ കാണുന്നതാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലിംഫിൻ്റെ വെസൽ നെറ്റ്വർക്ക് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ ലാക്റ്റിയൽ എന്ന് വിളിക്കും. പിന്നെ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് എ ഗോബ്ലറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കോസ ദാറ്റ് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷന് സഹായിക്കുന്നതാണ് മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിലുള്ള ഗോബ്ലറ്റ് സെൽസുകൾ. ഈ ലൂബ്രിക്കേഷന് സഹായിക്കും. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് സ്ട്രക്ചർ തന്നിട്ട് ഡൈജഷൻ വളരെയധികം സഹായിക്കും, ലൂബ്രിക്കേഷൻ സഹായിക്കും. അതുപോലെ തന്നെ മ്യൂക്കോസ ഓൾസോ ഹെൽപ്സ് ഫോംസ് ഗ്ലാൻസ് ഇൻ ദി സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ ഗ്ലാൻസ് ഫോം ചെയ്യാനായിട്ട് മ്യൂക്കോസ ലെയറാണ് സഹായിക്കുന്നത്. പിന്നെ ക്രിപ്റ്റ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലി ഇൻ ദി ഇൻറ്റസ്റ്റൈൻ. ക്രിപ്റ്റ്സ് ഉണ്ട്, ഇത് ഇവിടെ ബേസിസിൽ, വില്ലിയുടെ ബേസിസിൽ ക്രിപ്റ്റ്സും കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത്രയാണ് ഒരു വില്ലിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റവും പഠിച്ചു. ഇനി അതിൻ്റെ ഗ്ലാൻസ് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ്. നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് അലിമെൻ്ററി കനാലും ഡൈജസ്റ്റീവ് ഗ്ലാൻസും കൂടി ചേർന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലിമെൻ്ററി കനാലിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിച്ചു. ഡൈജസ്റ്റീവ് സിസ്റ്റം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഡൈജസ്റ്റീവ് ഗ്ലാൻസും കൂടെ പഠിക്കണം. അപ്പോൾ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് 3 പാർട്സ് ആണ്. ഒന്നാമത്തെ സലൈവറി ഗ്ലാൻസ്, രണ്ടാമത്തെ ലിവർ, മൂന്നാമത്തെ പാൻക്രിയാസ്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആയിട്ടുള്ളത്. നമുക്കിനി ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കാം. അപ്പോൾ സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്
സലൈവ ഈസ് മെയിൻലി പ്രൊഡ്യൂസ്ഡ് ബൈ 3 pairs ഓഫ് സലൈവറി ഗ്ലാൻസ്. അപ്പോൾ നമുക്ക് ഉമിനീർ ഗ്രന്ഥി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസിനെയാണ് നമ്മൾ സലൈവറി ഗ്ലാൻസ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്നത്. അത് 3 തരത്തിലുണ്ട്. ഒന്ന് പരോട്ടിഡ്, 2 സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലർ, അല്ലെങ്കിൽ മൂന്നാമത്താണ് സബ് ലിംഗ്വൽസ്. അപ്പോൾ ഈ പരോട്ടിഡ് കാണുന്ന നമ്മുടെ ചീക്കിലാണ് പരോട്ടിഡ് കാണുന്നത്. പിന്നെ സബ് മാക്സിലറി സബ് മാൻഡിബുലർ എന്ന് പറയുന്നത് ലോവർ ജോയിലാണ് കാണുന്നത്. സബ് ലിംഗ്വൽസ് കാണുന്നത് ബിലോ ദ ടങ്ക്, നാവിൻ്റെ അടിയിലാണ് സബ് ലിംഗ്വൽസ് കാണുന്നത്. ഇത് ഔട്ട്സൈഡ് ദി ബക്കൽ കാവിറ്റിയിലാണ് ഈ ഗ്ലാൻസ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്യുന്നതെങ്കിലും ഈ സലൈവറി ജ്യൂസ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻറ്റു ദ ബക്കൽ ക്യാവിറ്റിയിലേക്കാണ് ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വായിൽ ഉമിനീര് പെട്ടെന്ന് നിറയും. ഇനി രണ്ടാമതാണ് ലിവർ. ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് ദ ബോഡി, വെയിങ് അബൌട്ട് 1.2 to 1.5 kg ഇൻ അഡൾട്ട് ഹ്യൂമൻ. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ എന്ന് പറയുന്നത്, കരൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ആരോഗ്യമുള്ള മനുഷ്യർ അഡൾട്ട് ഹ്യൂമനിൽ 1.2 to 1.5 kg ആണ് ലിവറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി അബ്ഡോമിനൽ ക്യാവിറ്റി ജസ്റ്റ് ബിലോ ദ ഡയഫ്രം ആൻഡ് ഹാസ് 2 lobes. ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് അബ്ഡോമിനൽ ക്യാവിറ്റി ലിവർ കാണുന്നത്. അതിന് 2 ലോബ്സ് ഉണ്ട്. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ലോബാണ്, ഇതൊരു ലോബാണ്. അപ്പോൾ 2 ലോബ്സ് ഉണ്ട്. The hepatic lobules are the structural and functional units of liver containing hepatic cells arranged in the form of cords. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഈ ലോബ്യൂളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതായത് ഹെപ്പാറ്റിക് സെൽസ് ഉണ്ട്, അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കോഡ്സ് ഫോമിലാണ്. അപ്പോൾ ഈ ലോബ്യൂൾ 2 ലോബ്യൂളുകൾ കണക്ട് ചെയ്തിരിക്കുന്നത്, കവർ ചെയ്തിരിക്കുന്നത് ഒരു തിൻ ടിഷ്യൂ വെച്ചിട്ടാണ്. അതിൻ്റെ പേരാണ് ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ വെച്ചിട്ടാണ് ഈ ഹെപ്പാറ്റിക് സെൽസ് അല്ലെങ്കിൽ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് കവർ ചെയ്തിരിക്കുന്നത്. The bile secreted by the hepatic cells passes through the hepatic ducts and is stored in the gallbladder. അപ്പോൾ ഈ ലിവറിലുള്ള ഹെപ്പാറ്റിക് സെൽസ് എന്ത് ചെയ്യുന്നു? സെൽസ് അത് ബൈൽ സെക്രീറ്റ് ചെയ്തിട്ട് അത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ഇവിടെ എത്തുന്നു. ഹെപ്പാറ്റിക് സെൽസ് ബൈൽ സെക്രീറ്റ് ചെയ്തത് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി അത് ഗാൾ ബ്ലാഡറിലെത്തുന്നത്. ഇവിടെ കാണുന്നതാണ് ഗാൾ ബ്ലാഡറിൽ ബൈൽ സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ഡക്റ്റ് ഓഫ് ഗാൾ ബ്ലാഡറിൻ്റെ ഡക്റ്റിനെ നമ്മൾ സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയുന്നു. അതും ഈ ഹെപ്പാറ്റിക് ഡക്റ്റ്, ലിവറിൽ നിന്നുള്ള ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ എന്താക്കുന്നു? അത് ഫോംസ് ദ കോമൺ ബൈൽ ഡക്റ്റ്. ഇവിടെ ഗാൾ ബ്ലാഡർ കാണുന്നു, അതിൻ്റെ ഡക്റ്റാണ് ഈ കാണുന്നത്, സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ ഹെപ്പാറ്റിക് ഡക്റ്റ്, ഇത് രണ്ടും കൂടെ ഫോം ചെയ്തിട്ട് അത് കോമൺ ബൈൽ ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇവിടെ കാണുന്നതാണ് കോമൺ ബൈൽ ഡക്റ്റ്. ഇവിടെ ഹെപ്പാറ്റിക് സെൽസ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ബൈല് ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ ഗാൾ ബ്ലാഡറിൽ നിന്ന് പിന്നെ ബൈൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ സിസ്റ്റിക് ഡക്റ്റും ഇവിടെയുള്ള ഹെപ്പാറ്റിക് ഡക്റ്റും കൂടെ ഫോം ചെയ്തിട്ട് ഇവിടെ ഒരു കോമൺ ബൈൽ ഡക്റ്റ് ഫോം ചെയ്യുന്നു. The bile duct and the pancreatic duct open together into the duodenum, which is guarded by the sphincter of Oddi. അപ്പോൾ ഇവിടെ നിന്നുള്ള കോമൺ ബൈൽ ഡക്റ്റും ഈ പാൻക്രിയാറ്റിക് ഡക്റ്റ് ഇവിടെ നിന്നുള്ള ഡക്റ്റും കൂടെ എന്ത് ചെയ്യുന്നു? അത് ഒരുമിച്ച് ഈ 2 ഡക്റ്റും കൂടെ സെക്രീറ്റ് ചെയ്യുന്ന ബൈലും കൂടെ ഈ ഡിയോഡിനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിൻ്റെ പേരാണ് സ്പിങ്ചർ ഓഫ് ഓഡി എന്ന് വിളിക്കും. അപ്പോൾ ബൈൽ ഡക്ട് ആൻഡ് ദി പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ടുഗദർ ഇൻ ടു ദി ഡിയോഡിനം വിച്ച് ഇസ് ഗാർഡഡ് ബൈ ദി സ്പിങ്ചർ ഓഫ് ഓഡി. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ബൈൽ ഡക്റ്റും ഇവിടെ നിന്ന് പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടെ ഒരുമിച്ച് ഈ ഡിയോഡിനത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്, നമ്മളതിനെ വിളിക്കും സ്പിങ്ചർ ഓഫ് ഓഡി എന്ന്. ഇനി അടുത്ത പാൻക്രിയാസ് ആണ്. ഇറ്റ് ഈസ് എ ഹെട്രോക്രൈൻ എന്ന് പറഞ്ഞാൽ ബോത്ത് എക്സോക്രൈനും ആണ് എൻഡോക്രൈനും ആണ്. ഇലോങ്ങേറ്റഡ് ഓർഗൻ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി ലിംസ് ഓഫ് ദി സി ഷേപ്ഡ് ഡിയോഡിനം. അപ്പോൾ സി ഷേപ്ഡ് ഡിയോഡിനൽ ലിംസിൽ കാണുന്നതാണ് പാൻക്രിയാസ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് പാൻക്രിയാസ് ഡക്റ്റ്, പാൻക്രിയാസ് ജ്യൂസ്, പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴി നമ്മൾ പറഞ്ഞു. ഇവിടെ സ്പിങ്ചർ ഓഫ് ഓഡി ഉണ്ട്. ഇവിടെ ഈ കോമൺ ബൈൽ ഡക്റ്റും ഈ പാൻക്രിയാറ്റിക് ഡക്റ്റും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവിടെ
ഇങ്ങോട്ട് ഡിയോഡനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്, സ്പിങ്ക്ചർ ഓഫ് ഓഡി എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇനി ഇതിൽ സെക്രീഷൻസ് ഓഫ് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ എന്തൊക്കെയാണ് സെക്രേറ്റ് ചെയ്യുന്നത് നോക്കാം. പാൻക്രിയാസ്. അപ്പോൾ എക്സോക്രൈൻ പോർഷൻ സെക്രേറ്റ്സ് എന്ന് വെച്ചാൽ പുറത്തെ ഭാഗം സെക്രേറ്റ് ചെയ്യുന്നത് ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസസ് കണ്ടെയ്നിങ് എൻസൈംസ് ഒക്കെയാണ് എക്സോക്രൈൻ പോർഷൻ സെക്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എൻഡോക്രൈൻ പോർഷനിൽ നിന്ന് സെക്രേറ്റ് ചെയ്യുന്നത് ഹോർമോൺസും ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കഗോണുമാണ് എൻഡോക്രൈൻ പോർഷൻ സെക്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിനെ കുറിച്ച് നമുക്ക്